ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ മനസ്സ് നിറഞ്ഞ ന്യൂ ഇയർ ആശംസകൾ കേട്ടോ. അപ്പോൾ ദേ വെക്കേഷനൊക്കെ കഴിഞ്ഞ് എല്ലാവരും ബാക്ക് ടു വർക്ക് മോഡിലേക്ക് ഓണായിരിക്കുകയാണ്. പുതുവർഷമായിട്ട് ഒരുപാട് തീരുമാനങ്ങളൊക്കെ കുറേ പേരുകളൊക്കെ എടുത്തിട്ട് കാണും. പക്ഷേ ഞാൻ ആസ് യൂഷ്വൽ അതുപോലെ തന്നെ, പക്ഷേ സമാധാനവും സന്തോഷം നിറഞ്ഞ ഒരു വർഷമാകണമെന്ന് ആഗ്രഹിക്കുന്നു, എല്ലാവർക്കും ആശംസിക്കുന്നു കേട്ടോ. വെക്കേഷനൊക്കെ ആയിട്ട് നാട്ടിലായിരുന്നു. നാട്ടിൽ നിന്ന് 2 ദിവസമായിട്ടുള്ളൂ വന്നപ്പോൾ തന്നെ എല്ലാവർക്കും പനിയും ജലദോഷമൊക്കെയാണ്. അതുകൊണ്ട് എല്ലാവരും കിടപ്പിലായിരുന്നു. ഇന്നൊക്കെ 2 ദിവസം കഴിഞ്ഞ് 3 ദിവസമൊക്കെ കഴിഞ്ഞപ്പോഴാണ് എല്ലാവരും പതുക്കെ ഒന്ന് ആ ഒരു ബാക്ക് ടു ആ ഒരു ഡെയിലി തിരക്കിലോട്ട് ഇറങ്ങി തുടങ്ങിയത്. ഞങ്ങൾ ബാംഗ്ലൂരാണെന്ന് അറിയാമല്ലോ, ഇവിടെ നല്ല തണുപ്പാണ്. അപ്പോൾ വന്ന പാടെ ചെടികൾക്ക് എന്തായി എന്നായിരുന്നു എൻ്റെ ഒരു ടെൻഷൻ. വെള്ളമൊന്നും 2 ആഴ്ചയൊക്കെ വെള്ളം ഒഴിക്കാണ്ടിരുന്ന ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. പക്ഷേ വലിയ കുഴപ്പമൊന്നുമില്ല. ഞാൻ നിറച്ച കുറേയൊക്കെ വെള്ളമൊക്കെ ഒഴിച്ചിട്ടാണ് പോയിരുന്നത്. പിന്നെ ആദൂരെ ആയതുകൊണ്ട് തന്നെ എന്നും വെള്ളം കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. അതുകൊണ്ട് ചെടികൾക്കൊന്നും ഒരു പ്രശ്നമില്ല. ഞാൻ കുറച്ചധികം വെജിറ്റബിൾസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അതിൻ്റെ നനവൊക്കെ നിന്നത് കൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ലാണ്ട് പോയി. പുതുവർഷം ആയതുകൊണ്ട് തന്നെ നല്ല ഉത്സാഹമൊക്കെ ഉണ്ടെങ്കിലും ഫസ്റ്റ് തന്നെ പനിയും ആ ഒരു ജലദോഷമൊക്കെ മൂഡിലാണ് ഓണായിരിക്കുന്നത്. അതുകൊണ്ട് ചെറിയൊരു ടെൻഷനുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ തണവാണല്ലോ, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളാണ് എന്ന് മനസ്സിൽ സമാധാനിച്ച് ഇങ്ങനെ പോവാണ് കേട്ടോ. അപ്പോൾ പുതുവർഷം ആയതുകൊണ്ട് തന്നെ എല്ലാതും നന്നായിട്ട് നല്ല കാര്യങ്ങൾ നന്നായിട്ട് നടക്കണം. എല്ലാ കാര്യങ്ങളും വീട്ടിലത്തെ കാര്യങ്ങളായാലും നമ്മുടെ ജോലി കാര്യങ്ങളായാലും എല്ലാവർക്കും നമ്മുടെ കുടുംബത്തിലെ എല്ലാവർക്കും നല്ല ആക്റ്റീവായിട്ട് ഇരിക്കണം, നല്ലത് സംഭവിക്കണം എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിട്ടാണ് ഈ വർഷം തുടങ്ങുന്നത് കേട്ടോ. അപ്പോൾ വന്ന പാടെ എനിക്ക് നല്ല പണിയാണ്. ഒരു കുറേ ദിവസം നമുക്ക് വീട്ടിലുണ്ടായിരുന്നില്ലെങ്കിൽ നല്ല പണിയല്ലേ തിരിച്ചു വരുമ്പോൾ. അതുപോലെ തന്നെ വീട്ടിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ, നമ്മുടെ നാട്ടിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ അതിനേക്കാൾ വിഷമമാണ്. അപ്പോൾ ഈ അരിയൊക്കെ അടപ്പത്തിട്ടിട്ടുണ്ട്. അതായി വരുമ്പോൾ നമുക്ക് റൈസ് കുക്കറിലോട്ട് ഇറക്കി വെക്കാം. സാമ്പാർ പിന്നെ ഞാൻ രാവിലെ വെച്ചു, ഇഡ്ഡലിയും ചട്നിയും സാമ്പാറൊക്കെ ഉണ്ടാക്കി. അപ്പോൾ അത് നേരത്തെ വെച്ചു. പിന്നെ നമുക്ക് നാട്ടിൽ നിന്ന് വരുമ്പോൾ കുറച്ച് സാധനങ്ങൾ കഴിക്കാൻ ആഗ്രഹമുള്ള സാധനങ്ങളൊക്കെ നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവരും. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ നാടൻ പയർ കിട്ടിയിരുന്നു, അതും ക്യാരറ്റും കൂടി അരിഞ്ഞ് വെച്ചിരുന്നു. അപ്പോൾ അതൊക്കെ കഴുകി എനിക്ക് അത് ഉപ്പേരിയൊക്കെ ആക്കണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ഷൂട്ട് ചെയ്യാൻ മറക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഫോണൊക്കെ എടുക്കാൻ പോകുമ്പോൾ ഇടയ്ക്കൊന്ന് കരിഞ്ഞു പോകുന്നതാണ്. അപ്പം പെർഫെക്റ്റായിട്ടൊന്നും അങ്ങനെ ഷൂട്ട് ചെയ്യാനുള്ള ആ ഒരു മൂഡിലായിരിക്കില്ല എപ്പോഴും, വർക്ക് ഫ്രം ഹോം ചെയ്യുന്നത് കൊണ്ട് തന്നെ. പക്ഷേ ഇടയ്ക്ക് ഓർമ്മ വരുമ്പോഴാണ് അവിടെ നിന്ന് ഇവിടുന്ന് ക്ലിപ്പൊക്കെ വീഡിയോ ഒക്കെ ഇടുന്നത്. അങ്ങനെ ഉപ്പേരി വയ്ക്കുകയാണ് കേട്ടോ. ഞങ്ങൾ തൃശ്ശൂർ ഭാഷയിൽ ഉപ്പേരി എന്നാണ് പറയുക. അപ്പോൾ ഇന്ന് ചോറ്, സാമ്പാർ, ഉപ്പേരി, പിന്നെ നല്ല ഉണക്കമീൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പനിയൊക്കെ ആയതുകൊണ്ട് ഒരു രുചിയില്ല. അപ്പോൾ ഉണക്കമീനൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. അങ്ങനെ പിന്നെ തുണികൾ ഇഷ്ടം പോലെയുണ്ട്. നമ്മൾ വീട്ടിൽ എന്ത് പണികളും നമുക്ക് ചെയ്യാം. പക്ഷേ തുണികളൊന്ന് കഴുകി ഒതുങ്ങി അലമാരയിൽ കയറിയില്ലെങ്കിൽ അത് ഭയങ്കര ഒരു പ്രശ്നം തന്നെയാണ്. ഒരുപാട് തുണികളുണ്ട്. ഞാൻ വന്നപ്പോൾ തൊട്ട് അലക്കുന്നതാണ് വാഷിംഗ് മെഷീനിൽ. അപ്പോൾ 3-4 ദിവസമായി എപ്പോഴും തുണികൾ നിറഞ്ഞു കിടക്കുകയാണ് കഴുകാനൊക്കെ ആയിട്ട്. അപ്പോൾ നാട്ടിൽ ഫുൾ ടൈം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ട്രാവൽ ആയതുകൊണ്ട് നമുക്ക് തുണികളൊന്നും അങ്ങനെ കഴുകാനും നേരം കിട്ടിയിരുന്നില്ല. ഇടയ്ക്ക് വന്നിട്ട് ചെടികളൊക്കെ ഇടയ്ക്ക് നോക്കും. പിന്നെ അതിന്ന് ഈ പഴുത്തലകളൊക്കെ കളയും. അപ്പോൾ ഒരുപാട് വിഷമമായി. കുറച്ചധികം ദിവസം നമ്മളില്ലെങ്കിൽ വെള്ളം കിട്ടിയില്ലെങ്കിൽ നാശമായി പോകുന്ന ചെടികളുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഭയങ്കര വിഷമമാണ് കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ മണി പ്ലാന്റ് ഈസ്റ്റ് ഫേസ് ആ സ്ഥലത്ത് ഞാൻ കുറേ അധികം മണി പ്ലാന്റുകൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കുറേയൊക്കെ വാടി. അപ്പോൾ വെള്ളം ഒഴിച്ച് കൊടുക്കാൻ കേട്ടോ. എന്നും ഞാൻ അങ്ങനെ വെള്ളം ഒഴിക്കാറൊന്നുമില്ല. പക്ഷേ എന്നാൽ 2 ദിവസം കൂടുമ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചിട്ടില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. കുറേയൊക്കെ അങ്ങനെ വാടിപ്പോയി. അപ്പോൾ ഭയങ്കര സങ്കടമാണ്. ഇനി രണ്ടാമത്തതും ഇതെല്ലാ പ്രാവശ്യവും ഉണ്ടാവാൻ തന്നെയാണ് കേട്ടോ. നാട്ടിൽ പോയി വരുമ്പോൾ കുറേയൊക്കെ പോവും. പിന്നെ രണ്ടാമത്തും ഞാൻ വെള്ളമൊക്കെ ഒഴിച്ചൊന്ന് സെറ്റ് ചെയ്ത് കൊണ്ടുവരും. അത് എനിക്കൊരു ചെടി എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങളാണ്. പിന്നെ നമുക്ക് ഫ്ലാറ്റിലായതുകൊണ്ട് ഇങ്ങനത്തെയൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്കും നേരം പോകും. മാത്രമല്ല നല്ലൊരു ഫ്രഷ് എയർ കിട്ടും. പിന്നെ നമ്മൾ റോഡ് സൈഡിലായതുകൊണ്ട് തന്നെ ഭയങ്കര പൊടിശല്യമുണ്ട്. അപ്പോൾ അതിനൊക്കെ ചെയ്യാനാണ് ചെടികളൊക്കെ വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ വർക്കുകൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിലാണ് ഇതെല്ലാം മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഒരു ദിവസം കടന്നു പോകുന്നത് കേട്ടോ എൻ്റെ. അപ്പം വർക്കുകളൊന്നും ചെയ്യാനൊരു മൂഡ് കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ കമ്പ്യൂട്ടറൊക്കെ സൈൻ ഓഫ് ചെയ്യാണ്. നമുക്ക് അത്രയധികം ജോലികൾ ചെയ്ത് തീർക്കാനുണ്ട്. അപ്പം അതൊക്കെ കഴിഞ്ഞ് നമുക്ക് സമാധാനമായിട്ട് ഇരിക്കുമ്പോഴാണല്ലോ ഈ വർക്ക് ചെയ്യാനൊക്കെ ഒരു മൂഡ് കിട്ടുന്നത്. അപ്പോൾ വെള്ളം പോലും ഞാൻ കൊണ്ടുവന്ന് വെച്ചിട്ടില്ല. പിന്നെ ബെഡ്ഷീറ്റ് മാറ്റിയിട്ടില്ല. പനിയൊക്കെ പിടിച്ച് കിടന്നതുകൊണ്ട് തന്നെ ബെഡ്ഷീറ്റൊക്കെ നന്നായിട്ട് മാറ്റണം, പുതിയത് വിരിക്കണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ആലോചിച്ചിട്ടിരിക്കുമ്പോൾ നമുക്ക് വർക്ക് ചെയ്യാനുള്ള ഒരു അറ്റ്മോസ്ഫിയറോ ആ ഒരു റിഫ്രഷ്മെൻറ്റ് ഇതൊന്നും കിട്ടുന്നില്ല. അപ്പം പെൻഡിങ് വർക്കുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ തീർക്കണം. പിന്നെ ഒരുപാട് ജോലികളുള്ളതുകൊണ്ട് നമുക്ക് ആ ഒരു വർക്ക് ചെയ്യാനുള്ള ഒരു ഉത്സാഹമില്ല. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഓഫ് ചെയ്ത് വെച്ചിട്ട് ഓരോന്നായിട്ട് ചെയ്യാമെന്ന് കരുതിയിരിക്കുകയാണ് കേട്ടോ.
എനിക്കാണെങ്കിൽ എപ്പോഴും ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആക്റ്റീവായിട്ട് ഇരിക്കുക എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഒരുപാട് ജോലികളുണ്ടെങ്കിലും അതിൻ്റെ സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്ത് പോകുന്നത് കൊണ്ട് തന്നെ എനിക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നാറില്ല. അപ്പോൾ ഇവിടെയും കുറേ തുണികൾ ഞാൻ വിരിച്ചിട്ടിട്ടുണ്ട് കഴുകിയിട്ട്. കുറേ സെറ്ററുകൾ ഇനി അലക്കാനുണ്ട്, വാഷിംഗ് മെഷീനിൽ ഇടാനുണ്ട്. ഇതൊക്കെ ഓരോ ദിവസത്തേക്ക് ഇങ്ങനെ വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇന്ന് മൊത്തം ക്ലീനിങ് ആണ് കേട്ടോ. ഇത് മുഴുവൻ അയൺ ചെയ്യാനുള്ള തുണികളാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കൂടുതലും ഫ്ലാറ്റിലായതുകൊണ്ട് തന്നെ ഈ സ്കിൻ ഇറിറ്റേഷൻ ഒന്നും വരണ്ടെന്ന് കരുതിയിട്ട് കഴുകി ഉണക്കി അയൺ ചെയ്തിട്ടാണ് കേട്ടോ ഡ്രസ്സ് ഉപയോഗിക്കുന്നത്. ഇതെൻ്റെ സ്റ്റിച്ചിങ് മെഷീനാണ് കേട്ടോ. ഞാൻ അത്യാവശ്യം സ്റ്റിച്ച് ചെയ്യും. ഞങ്ങളെ മാത്രം ഓൾട്ടർ ചെയ്തിട്ടും അതുപോലെ തന്നെ ബ്ലൗസും അതുപോലെ തന്നെ ചുരിദാറുകളൊക്കെ സ്റ്റിച്ച് ചെയ്യും കേട്ടോ. പിന്നെ റോഡ് സൈഡിലാണ് ഞങ്ങളുടെ ഫ്ലാറ്റ് കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല പൊടികളാണ്, നല്ല രീതിയിൽ പൊടി നമുക്ക് അകത്തേക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരു പ്രതിവിധിയായിട്ടാണ് ഈ ചെടികളെല്ലാ ബാൽക്കണിയിലും വെച്ചിരിക്കുന്നത് കേട്ടോ. പിന്നെ ബിൽഡിങ്ങിൻ്റെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ടും പൊടികൾ നല്ലോണം വരുന്നുണ്ട്. പിന്നെ നല്ല തണവും ഉണ്ട്. അപ്പോൾ ഈ സമയത്തൊക്കെ നല്ല വെയിൽ കിട്ടുന്ന സമയമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ബാൽക്കണിയിൽ വന്ന് നിൽക്കാൻ നല്ല സുഖമാണ്. ഇതെൻ്റെ റെസിൻ ആർട്ടിൻ്റെ മെറ്റീരിയൽസാണ് കേട്ടോ. ഇതിൻ്റെ ഇടയിൽ റെസിൻ ആർട്ട് ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അതും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഹാബിറ്റാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ വഴിയെ വീഡിയോയിൽ പറയാം കേട്ടോ. ഞാൻ സമയം കിട്ടുമ്പോഴൊക്കെ റെസിൻ അതിൻ്റെ മോൾഡുകളാണത്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇനി ചെയ്യണമെന്നുണ്ട് പുതുവർഷമായിട്ട്. അപ്പോൾ നടക്കുമെന്ന് വിചാരിക്കുന്നു. ദൈവം സഹായിച്ചതൊക്കെ നടക്കട്ടെ എന്ന് വിചാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു പ്ലാൻ എന്ന് പറഞ്ഞാൽ ഫ്ലോറൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യണം. അതുപോലെ തന്നെ ഈ തുണികളൊക്കെ ഡ്രൈ ആക്കി ഉണക്കി അയൺ ചെയ്ത് അലമാരിയിൽ കയറ്റണം. അത് ചെയ്ത പകുതി ആശ്വാസമാണ്. ബാക്കിയുള്ളതൊക്കെ നമുക്ക് മെല്ലെ മെല്ലെ ചെയ്യാമല്ലോ. അപ്പോൾ ഇന്ന് അത് രണ്ടുമാണ് മെയിനായിട്ടുള്ള കാര്യങ്ങൾ. ഫ്ലോറൊക്കെ അത്യാവശ്യം പൊടിയായിട്ട് കിടക്കുകയാണ്. നമ്മൾ കുറച്ച് ദിവസം ഇല്ലാതിരുന്നതാണല്ലോ. അപ്പോൾ അതൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യണം. അപ്പോൾ അതിനുള്ള പണിയാണ് കേട്ടോ. അപ്പോൾ അതിന് മുന്നേ നമുക്ക് കിച്ചണിലെ കുറച്ച് കാര്യങ്ങൾ ഒതുക്കാനുണ്ട്. നമ്മൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ നമ്മൾ എന്തായാലും നമുക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ കൊണ്ടുവരല്ലോ. അങ്ങനെ കൊടുന്നൊരു സാധനം കേട്ടോ. എൻ്റെ ഫേവറേറ്റ് ആണ്. ഇത് എപ്പോഴും കിട്ടുന്നതല്ല. ഞാൻ ഒരു വർഷത്തിൽ മേലെ എഴുതി കഴിച്ചിട്ട് കഴിഞ്ഞ സീസണിൽ ഞാൻ കഴിച്ചു എന്ന് ഓർമ്മ പോലും ഇല്ല. അപ്പോൾ അത് നന്നാക്കാൻ പാടാണ്. എന്നാലും ഞാൻ എൻ്റെ ഒരു കൊതി കൊണ്ട് 2-3 ഐറ്റം ഇത് വെച്ചിട്ട് ഉണ്ടാക്കാമെന്ന് കരുതി കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ അത് കിലോയ്ക്ക് 70 രൂപ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഞാനത് നല്ല കൂർക്കയായിരുന്നു കേട്ടോ. അപ്പോൾ അത്യാവശ്യം വലുപ്പമുണ്ട്. അപ്പം ക്ലീൻ ചെയ്യാനും എളുപ്പമല്ലേ എന്ന് വെച്ചിട്ട് കൊടുന്നതാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പരിപ്പും കൂർക്കയും തേങ്ങ അരച്ച് വെച്ചിട്ടുള്ളൊരു കറിയുണ്ട്. അതുപോലെ കൂർക്കയുടെ ഉപ്പേരിയുണ്ട്. പിന്നെ ബീഫും കൂർക്കയും അങ്ങനെ 2-3 ഐറ്റം ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ സമയം അനുസരിച്ച് ചെയ്യാമെന്ന് വെച്ചിട്ട് ഞാൻ കുറച്ച് അധികം വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ക്ലീൻ ചെയ്യാൻ പാടാണ്. എന്നാലും ഈ ക്ലോത്തിൽ കെട്ടിയിട്ട് ഇങ്ങനെ ഞെരടിയിട്ട് അങ്ങനെയൊക്കെ ക്ലീൻ ചെയ്യാമെന്നുള്ളൊരു ഇതിലാണ്, ഇഷ്ടം കൊണ്ട് വാങ്ങിച്ചതാണ്. അപ്പോൾ വെക്കാമെന്ന് വിചാരിക്കുന്നത്. അതുപോലെ തന്നെ ഉണക്കമീനും കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് ലഞ്ചിന് പ്ലാൻ ചെയ്തിരുന്നത്. അപ്പം ഉപ്പേരി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഉണക്കമീൻ വറുത്തിട്ട് സാമ്പാറൊക്കെ ആയിട്ടുണ്ട്. അത് കൂട്ടി ഊണ് കഴിച്ചിട്ട് പതുക്കെ ഓരോന്നായിട്ട് ചെയ്യാം കേട്ടോ. പിന്നെ ഞാൻ കൊടുക്കുന്നത് നല്ല ഫ്രഷ് കാളാഞ്ചി ഫിഷ് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾക്കിവിടെ ഫിഷ് അധികം കിട്ടില്ല ബാംഗ്ലൂർ. അതുകൊണ്ടാണ് ഫിഷിൻ്റെ ഐറ്റംസൊക്കെ എപ്പോഴും കൊണ്ടുവരും. അപ്പോൾ അത് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് ഞാൻ ഇന്നലെ വെച്ചിരുന്നു. അപ്പോൾ അത് ഇന്നലത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അത് ഇന്നേക്ക് ബാലൻസ് ഉണ്ട്. സാമ്പാറൊക്കെ ഉണ്ട്, ഒരുവിധം കറികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് കിച്ചണിൽ വലുതായിട്ട് ഇല്ലെങ്കിലും എന്നാലും അത്യാവശ്യമൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി മീനും കൂടി വറുത്ത് കഴിഞ്ഞാൽ ഉണക്കമീനും കൂടി വറുത്ത് അപ്പോൾ കിച്ചണിലെ പണിയൊക്കെ കഴിഞ്ഞ് ഞാൻ മറ്റുള്ള പണിയിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഒരു ന്യൂ ഇയർ ആശംസിക്കുന്നു. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക, ഹെൽത്തി ആയിട്ടിരിക്കുക. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.